Dear students, welcome back to a new lecture. നമ്മൾ പ്രീവിയസ് ലെക്ചറിൽ കേർണൽ ആൻഡ് റേഞ്ച് എന്നതിനെ പറ്റി ഡിസ്കസ് ചെയ്തു. കേർണൽ കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസും ഡിസ്കസ് ചെയ്തു. ഈ ലെക്ചറിൽ നമ്മൾ റേഞ്ച് കണ്ടുപിടിക്കുന്ന പ്രോബ്ലംസും റേഞ്ചിൻ്റെ ഡയമെൻഷൻ ആണല്ലോ റാങ്ക് ഓഫ് ടി കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്. അപ്പം നമുക്കൊന്നുകൂടെ റിവൈസ് ചെയ്യാം. ഇമേജസിൻ്റെ കളക്ഷനാണ്. അപ്പോൾ വിയിൽ നിന്ന് ഡബ്ല്യൂയിലേക്കുള്ള ലീനിയർ ട്രാൻസ്ഫോർമേഷൻസിന്റെ ഇമേജസിന്റെ കളക്ഷനാണ് നമ്മൾ റേഞ്ച് എന്ന് വിളിക്കുന്നത്. ആ റേഞ്ചിന്റെ ഡയമെൻഷനെയാണ് റാങ്ക് എന്ന് വിളിക്കുന്നത്. അപ്പോൾ റേഞ്ച് കണ്ടെത്തുന്നത് എങ്ങനെയാണ്, റേഞ്ചിന്റെ ഡയമെൻഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ആറിൽ നിന്ന് ആറിലേക്ക് കൺസിഡർ ചെയ്യുന്ന ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമ്മൾ പരിഗണിക്കുന്നത്. സോ അതിന് എപ്പോഴും എ എക്സ് എന്ന രൂപത്തിൽ എഴുതാൻ പറ്റും. നമ്മുടെ സ്റ്റെപ്സ് എന്ന് പറയുന്നത് ഫസ്റ്റ് കൺവേർട്ട് ടി എക്സ് ഇസ് ഈക്വൽ ടു എ എക്സ്. അപ്പോൾ ഫൈൻഡ് ദ അസോസിയേറ്റഡ് മെട്രിക്സ് എ. നൗ കൺവേർട്ട് ദ മെട്രിക്സ് എ ഇൻറ്റു റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. അപ്പം എ എന്ന് പറഞ്ഞ മെട്രിക്സ് എടുക്കുക. എ എന്ന് പറഞ്ഞ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക. അത് കൺവേർട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് പിവട്ട് എലമെന്റ്സ് കാണും. അതായത് ഫസ്റ്റ് നോൺ സീറോ എലമെന്റ് ഇൻ എവരി റോ. ഓക്കെ, അതാണ് പിവട്ട്. അപ്പോൾ ആ പിവട്ട് എലമെന്റ്സ് എടുക്കുക. പിവട്ട് എലമെന്റ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് ഐഡന്റിഫൈ ചെയ്യുക. ആ കോളംസിലുള്ള എൻട്രീസ് ഒറിജിനൽ മെട്രിക്സ് എയിൽ പോയി നോക്കുക. ആ മെട്രിക്സ് ആയിരിക്കും റേഞ്ചിനെ, ആ വെക്ടേഴ്സ് ആയിരിക്കും റേഞ്ചിനെ സ്പാൻ ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതാണ് നമ്മുടെ സ്റ്റെപ്സ്. അപ്പോൾ നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട 2-3 പ്രോബ്ലംസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ find the range and the rank of t from R5 to R4 defined by tx is equal to x, where the matrix A is first column is 2 1 minus 3 0, second column is 1 2 0 0, third column is 3 0 minus 6 0, fourth column is 1 1 0 2, fifth column is 0 minus 1 3 8. അപ്പോൾ ഈ മെട്രിക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ റേഞ്ച് കണ്ടെത്തുക, അതിൻ്റെ റാങ്കും കണ്ടെത്തുക. റാങ്ക് എന്ന് പറയുമ്പോൾ റേഞ്ചിന്റെ ഡയമെൻഷനാണ് റാങ്ക് എന്ന് വിളിക്കുന്നത്. സോ നമ്മുടെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റിൽ നമ്മൾ ഈ മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സോ കൺവേർട്ട് ദ മെട്രിക്സ് എ ഇൻറ്റു റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് റോയിൽ 1 ഇല്ല, സെക്കൻഡ് റോയിൽ പക്ഷേ 1 ഉണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് റോയും സെക്കൻഡ് റോയും ആദ്യം ഇന്റർചേഞ്ച് ചെയ്യുന്നു. സോ കൺവേർട്ട് R1 ഇന്റർചേഞ്ച് ടു R2. അപ്പോൾ കാരണം സെക്കൻഡ് റോയിൽ 1 ഉള്ളത് കൊണ്ട് ഇത് ഇന്റർചേഞ്ച് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ, റാദർ ദാൻ ഫസ്റ്റ് റോയെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ഇതായതുകൊണ്ട് ഇങ്ങനെ ചെയ്യും. സോ ഫസ്റ്റ് റോ ബിക്കംസ് സെക്കൻഡ് റോ ആൻഡ് സെക്കൻഡ് റോ ബിക്കംസ് ഫസ്റ്റ് റോ. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലെ അടുത്ത സ്റ്റെപ്പ്. ഈ 1 ആണ് നമ്മുടെ ഫസ്റ്റ് പിവട്ട് എലമെന്റ്. ഈ പിവട്ട് എലമെന്റ് വെച്ച് താഴത്തെ 1ന്റെ താഴെയുള്ള ബാക്കി എല്ലാ എൻട്രീസിനെയും 0 ആക്കുക. സോ R2 becomes R2 minus 2 R1 എന്ന് കിട്ടും. R3 becomes R3 plus 3 R1 എന്ന് കിട്ടും. അപ്പം R4 ഓൾറെഡി 0 ആയതുകൊണ്ട് അതിനകത്ത് ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ 2 ട്രാൻസ്ഫോർമേഷൻ നമുക്ക് ചെയ്യണം. സോ അതാണ് അടുത്ത സ്റ്റെപ്പ്. R2 is equal to R2 minus 2 R1, R3 is equal to R3 plus 3 R1. അപ്പം നമുക്ക് നോക്കാം. R2 minus 2, അപ്പോൾ 2 minus 2 എന്ന് കിട്ടും, which is equal to 0. നെക്സ്റ്റ് ഈസ് 1 minus 2 into 2. 1 minus 4, which is equal to minus 3 എന്ന് കിട്ടും. Next is 3 minus 2 into 0 is 3. Next is 1 minus 2 into 1 is 1 minus 2 is minus 1. Next is 0 minus 2 into minus 1, that is plus 2 എന്ന് കിട്ടും. So the second row becomes 0 minus 3 3 minus 1 2 എന്ന് കിട്ടും. Similarly R3 plus 3 R1 ചെയ്യുമ്പോൾ 3 plus 3 എന്ന് കിട്ടും, which is equal to 0. 0 plus 3 into 2, which is equal to 6 എന്ന് കിട്ടും. Minus 6 plus 3 into 0 is minus 6. 0 plus 3 into 1 is 3. 3 plus 3 into minus 1 is 0. So 0, 6, minus 6, 3, 0 എന്ന് കിട്ടും. ലാസ്റ്റ് റോയ്ക്കകത്ത് ചേഞ്ചസ് ഒന്നുമില്ല, ഇത് തന്നെയാണ്. അപ്പം നമുക്ക് ഫസ്റ്റ് റോയുടെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലുള്ള ട്രാൻസ്ഫോർമേഷൻസ് കഴിഞ്ഞു. നെക്സ്റ്റ് സെക്കൻഡ് റോയിലെ ട്രാൻസ്ഫോർമേഷൻസ് ആണ് നമുക്ക് ചെയ്യേണ്ടത്. സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എടുക്കുക, അതിനെ 1 ആക്കുക എന്നുള്ളതാണ് പ്രൊസീജിയർ. സോ വിച്ച് മീൻസ് നമുക്ക് R2ന്റെ അകത്തെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി -3 ആണ്. -3യെ 1 ആക്കാൻ വേണ്ടി അതിനെ -3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ R2 ഇംപ്ലൈസ് -1/3, അല്ലെങ്കിൽ R2 ഡിവൈഡഡ് ബൈ -3 എന്നുള്ളതാണ്. അതാണ് -1/3 R2 എന്ന് പറയുന്നത്. സോ -3/3 ബിക്കംസ് 1 കിട്ടും. 3 by -3 ബിക്കംസ് -1 കിട്ടും. -1 ഡിവൈഡഡ് ബൈ -3 ഈസ് 1/3 കിട്ടും. 2 by -3 ഈസ് -2/3 എന്ന് കിട്ടും.
ഓക്കെ, അപ്പം ഇത് കിട്ടി. ഇനി സെക്കൻഡ് റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി ആണ് അടുത്ത പിവട്ട് എലമെന്റ്, അത് 1 ആണ്. സോ ഇതാണ് അടുത്ത പിവട്ട് എലമെന്റ്. ഇനി 1ന് താഴെയുള്ള എലമെന്റ്സിനെ എല്ലാം ഈ 1 വെച്ച് സീറോ ആക്കണം. 1ന് തൊട്ട് താഴെയുള്ള നോൺ സീറോ എൻട്രി എന്ന് പറയുന്നത് 6 ആണ്. 6നെ ഈ 1 വെച്ച് സീറോ ആക്കണം. സോ R3 ഈസ് ഈക്വൽ ടു R3 മൈനസ് 6 ഇൻറ്റു R2 എന്നുള്ളതാണ് പ്രൊസീജിയർ. ലാസ്റ്റ് റോയിലെ 1ന് താഴെയുള്ള ലാസ്റ്റ് റോയിലെ എൻട്രി സീറോ ആയതുകൊണ്ട് അതൊന്നും ചെയ്യണ്ട. സോ ഒരു ട്രാൻസ്ഫോർമേഷൻ മാത്രമേ ഉള്ളൂ, R3 മൈനസ് 6 ഇൻറ്റു R2. So 6 minus 6 എന്ന് കിട്ടും ഫസ്റ്റ് എൻട്രി. 6 minus 6 becomes 0. Next is minus 6 minus 1 into 6 എന്ന് കിട്ടും. So minus x plus 6 എന്ന് കിട്ടും, which is equal to 0 എന്ന് കിട്ടും. Next is 3 minus 6 by 3 എന്ന് കിട്ടും. 6 by 3 is 2. So 3 minus 2 is 1 എന്ന് കിട്ടും. Next is 0 minus 6 into 2 by 6 into 2 by 3, which is equal to 6 into 2 by 3 is 4 എന്ന് കിട്ടും. So minus of minus 4 is actually 4 എന്ന് കിട്ടും. ഓക്കെ, സോ ഈ റോയ്ക്ക് ഇങ്ങനെ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായി. ലാസ്റ്റ് റോയ്ക്ക് ചേഞ്ച് ഒന്നുമില്ല. സോ സെക്കൻഡ് ട്രാൻസ്ഫോർമേഷൻസിന്റെ കേസിലുള്ള ഫോമുമായി. ഇനി അടുത്തത് നമുക്ക് മൂന്നാമത്തെ റോയിലേക്ക് പോകാം. മൂന്നാമത്തെ റോയിലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി എടുക്കുക, വിച്ച് ഈസ് ഈക്വൽ ടു ദിസ് 1. ഇതാണ് ഫസ്റ്റ് നോൺ സീറോ എൻട്രി. അപ്പൊ അടുത്ത പിവട്ട് എലമെന്റ് ഇതാണ്. ഇനി ഈ എലമെന്റ് ഓൾറെഡി 1 ആയതുകൊണ്ട് വേറെ ട്രാൻസ്ഫോർമേഷൻസ് അവിടെ വേണ്ട. ഇനി ഈ 1 വെച്ച് 1ന് തൊട്ട് താഴെയുള്ള ഈ എലമെന്റ് സീറോ ആക്കണം. സോ 2നെ സീറോ ആക്കാൻ വേണ്ടി ഈ 1നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് R4 ഈസ് ഈക്വൽ ടു R4 മൈനസ് 2 R3 എന്നുള്ളതാണ് ട്രാൻസ്ഫോർമേഷൻ. R4 മൈനസ് 2 R3. സോ 2 minus 2 becomes 0 എന്ന് കിട്ടും. 8 minus 2 into 4, that is 8 minus 8 എന്ന് കിട്ടും, which is equal to 0 എന്ന് കിട്ടും. സോ നമുക്ക് ലാസ്റ്റ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലായി, കാരണം ഇനി അടുത്ത റോയിൽ സീറോസ് ഒന്നുമില്ല. സോ ഇനി നമുക്ക് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലുള്ള പിവട്ട് എലമെന്റ്സ് നോക്കുക. സോ ഈ 1 ആണ് ഫസ്റ്റ് റോയിലെ പിവട്ട് എലമെന്റ്. ഈ സെക്കൻഡ് 1 ആണ് അടുത്ത റോയിലെ പിവട്ട് എലമെന്റ്. ഈ 1 ആണ് അടുത്ത റോയിലെ പിവട്ട് എലമെന്റ്. പിവട്ട് എലമെന്റിനോട് ചേർന്നിട്ടൊരു ഡോട്ട് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളം നോക്കുക, വിച്ച് ഈസ് ഫസ്റ്റ് കോളം, നെക്സ്റ്റ് ഈസ് സെക്കൻഡ് കോളം, നെക്സ്റ്റ് ഈസ് ഫോർത്ത് കോളം. ഓക്കെ, അതാണ് അടുത്ത പ്രോസസ്. റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലാക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് നോക്കുക, ആ കോളംസ് എടുക്കുക. സോ 1 to 4 ആണ് നമ്മുടെ കോളംസ്. ഇനിയും നമ്മൾ പോകേണ്ടത് ഒറിജിനൽ മെട്രിക്സിലേക്ക് പോവുക. ഒറിജിനൽ മെട്രിക്സിലെ ഫസ്റ്റ് സെക്കൻഡ് ഫോർത്ത് കോളം എടുക്കുക. ഫസ്റ്റ് കോളം ഈസ് 2 1 minus 3 0, സെക്കൻഡ് കോളം ഈസ് 1 2 0 0, ഫോർത്ത് കോളം ഈസ് 1 1 0 2. ഈ 3 വെക്ടേഴ്സ് ആണ് നമ്മുടെ റേഞ്ചിനെ സ്പാൻ ചെയ്യുന്നത്. സോ ഈ 3 വെക്ടേഴ്സ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സിലെ 1 2 and 4th കോളമാണ് നമ്മൾ ചൂസ് ചെയ്തത്. സോ ഈ വെക്ടേഴ്സിന് ഇവിടെ 3 വെക്ടേഴ്സ് ഉണ്ട്. സോ വിച്ച് മീൻസ് ഇതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് 3 ആണ്. സോ റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് 3 ആണ്. സോ അതിനെ സ്പാൻ ചെയ്യുന്ന വെക്ടേഴ്സ് എന്ന് വെച്ചാൽ ഈ വെക്ടേഴ്സ് ആണ്. അപ്പൊ റേഞ്ച് ഈസ് ആക്ച്വലി സ്പാൻഡ് ബൈ ദീസ് 3 വെക്ടർ. റേഞ്ച് ഈസ് ഈക്വൽ ടു സ്പാൻ ഓഫ് ദീസ് 3 വെക്ടേഴ്സ് ആണ് നമ്മുടെ ആൻസർ. ഓക്കെ, സോ അതിന്റെ ഡയമെൻഷൻ ആണ് 3 എന്ന് വിളിക്കുന്നത്. സോ ഇനിയും ഇത് R5 നിന്നായതുകൊണ്ട് റേഞ്ചിന്റെ വാല്യൂ 3 ആയതുകൊണ്ട് റേഞ്ച് പ്ലസ് നള്ളിറ്റി ഈസ് ഈക്വൽ ടു R5ന്റെ ഡയമെൻഷൻ 5 ആണ്. സോ റേഞ്ച് 3 ആണെങ്കിൽ നള്ളിറ്റി എന്ന് വെച്ചാൽ 5 മൈനസ് 3 ഈസ് ഈക്വൽ ടു എന്ത് കിട്ടും? 2 എന്ന് കിട്ടും. അപ്പൊ റേഞ്ച് കിട്ടിയാൽ നമുക്ക് നള്ളിറ്റിയും കിട്ടും. ഓക്കെ, സോ റേഞ്ച് 3 ആയതുകൊണ്ട് നള്ളിറ്റി ഈസ് ഈക്വൽ ടു 2 ആണെന്നും നമുക്ക് കിട്ടും. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് അടുത്ത പ്രോബ്ലം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫൈൻഡ് ദ റേഞ്ച് and rank of T from R4 to R cube defined by Tx is equal to x, where A is this matrix. അപ്പം ഈ മെട്രിക്സിന്റെ റേഞ്ചും റാങ്കും കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്രോസസ്സ്. വളരെ സിമ്പിൾ ആണ്. എ എന്ന് പറയുന്ന മെട്രിക്സിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിൽ എടുക്കുക, കറസ്പോണ്ടിങ് ആയിട്ടുള്ള പിവട്ട് എലമെന്റ്സ് എടുക്കുക, പിവട്ട് എലമെന്റ്സ് കണ്ടെയ്ൻ ചെയ്യുന്ന കോളംസിനെ ഐഡന്റിഫൈ ചെയ്യുക, ആ കോളംസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് എ എന്ന് പറയുന്ന മെട്രിക്സിൽ എടുക്കുക, ആ കോളംസ് ആയിരിക്കും റേഞ്ചിനെ സ്പാൻ ചെയ്യുന്നത്. അതിൻ്റെ അകത്തെ നമ്പർ ഓഫ് എലമെന്റ്സിനെ ആയിരിക്കും നമ്മൾ റാങ്ക് എന്ന് വിളിക്കുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ പ്രൊസീജിയർ. ഇവിടുത്തെ ഫസ്റ്റ് റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഫസ്റ്റ് റോ എടുക്കുക. ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആണ്. അത് 1 ആയതുകൊണ്ട് അതിന്റെ താഴത്തെ എൻട്രി അത് വെച്ച് 0 ആക്കുക എന്നുള്ളതാണ്. സോ R2 ഈസ് ഈക്വൽ ടു R2 മൈനസ് 2 R1 എന്ന് കിട്ടും. R3 ഈസ് ഈക്വൽ ടു R3 മൈനസ് R1 എന്ന് കിട്ടും. അതാണ് പ്രോസസ്. സോ ഇവിടെ R2 മൈനസ് 2 R1. സോ 2 മൈനസ് 2 എന്ന് കിട്ടും, വിച്ച് ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഈസ് 4 മൈനസ് 2 ഇൻറ്റു 2. 4 മൈനസ് 4 ഈസ് ഈക്വൽ ടു 0. നെക്സ്റ്റ് ഈസ് 6 മൈനസ് 2 ഇൻറ്റു 3, വിച്ച് ഈസ് 6 മൈനസ് 6 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. നെക്സ്റ്റ് ഈസ് 2 മൈനസ് 1 ഇൻറ്റു 2, ദാറ്റ് ഈസ് 2 മൈനസ് 2 ഈസ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. അപ്പം സെക്കൻഡ് റോ മൊത്തത്തിൽ എന്തായി? 0 ആയി. ഇനി തേർഡ് റോ എടുക്കുക. തേർഡ് റോ ഈസ്
R3 minus R1 ആണ്. That is 1 minus 1 is 0. Next is 1 minus 2 is minus 1. 1 minus 3 is minus 2. 0 minus 1 is minus 1. So third row is 0, minus 1, minus 2, minus 1. Okay. അപ്പോൾ ഫസ്റ്റ് പിവറ്റ് എലമെന്റ് കിട്ടി. അടുത്ത റോയിൽ നോൺ സീറോ എൻട്രീസ് ഒന്നുമില്ല. സോ അവിടെ നിന്ന് പിവറ്റ് എടുക്കാൻ പറ്റില്ല. അടുത്ത റോയിലേക്ക് വേണം പോകാൻ. അപ്പൊ അതിന് മുമ്പ് നമുക്ക് ഈ രണ്ട് റോസിനെയും എന്ത് ചെയ്യാം? ഇന്റർചേഞ്ച് ചെയ്യാം. കാരണം എക്കലോൺ ഫോമിന്റെ അകത്ത് ഏറ്റവും സീറോസ് വരുന്ന റോസ് ഏറ്റവും ലാസ്റ്റിലാണ് നമ്മൾ അറേഞ്ച് ചെയ്യുക. അപ്പം ഈ റോ ഇവിടെ സെക്കൻഡ് റോ ഓൾറെഡി സീറോ ആയതുകൊണ്ട് അതിനെ തേർഡ് റോ ആക്കി ഇന്റർചേഞ്ച് ചെയ്യാം. സോ R2വിന്റെയും R3യെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇന്റർചേഞ്ച് ചെയ്യുന്നു. ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. അതിനു മുമ്പേ ഇവര് -1 കൊണ്ട് ഓൾറെഡി മൾട്ടിപ്ലൈ ചെയ്ത് പ്ലസ് ആക്കിയിട്ടുണ്ട്. അത് പിന്നെ ചെയ്താലും മതി. സോ ഇന്റർചേഞ്ച് ചെയ്തിട്ട് -1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ -1 എന്നുള്ളത് +1 ആകും, -2 എന്നുള്ളത് +2 ആകും, -1 എന്നുള്ളത് +1 ആകും. സോ അതാണ് സെക്കൻഡ് റോ ആയിട്ട് മാറുക. അപ്പൊ ഇവിടെയും നമുക്ക് സെക്കൻഡ് റോയിലെ അപ്പം ഫസ്റ്റ് നോൺ സീറോ എൻട്രി ഇപ്പോൾ 1 ആണ്. അതിനെയാണ് അടുത്ത പിവറ്റ് എലമെന്റ്സ്. ഈ പിവറ്റ് എലമെന്റ് കിട്ടി അതിന്റെ തൊട്ട് താഴത്തെ എൻട്രീസ് 0 ആണെന്ന് നോക്കുക. ഇവിടെ ഓൾറെഡി അത് എന്തായതുകൊണ്ട് 0 ആയതുകൊണ്ട്, കാരണം ഈ റോയ്ക്ക് താഴെയുള്ള റോസ് കംപ്ലീറ്റ്ലി 0 ആയതുകൊണ്ട് ഇനിയും ട്രാൻസ്ഫോർമേഷൻസ് ഒന്നിന്റെ ആവശ്യമില്ല. സോ ഇതാണ് നമ്മുടെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം. സോ ഇനി നമ്മുടെ പിവറ്റ് എലമെന്റ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ് ഐഡന്റിഫൈ ചെയ്യുക. ഇവിടെ ഫസ്റ്റ് കോളം ആണ്, ഇവിടെയും സെക്കൻഡ് കോളം ആണ്. സോ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും ആണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള കോളംസ്. ഇനി നമ്മൾ ഒറിജിനൽ മെട്രിക്സ് എയിലേക്ക് പോകുക. അവിടുത്തെ ഫസ്റ്റ് കോളവും സെക്കൻഡ് കോളവും എടുക്കുക. ഫസ്റ്റ് കോളം ഈസ് 1 2 1, സെക്കൻഡ് കോളം ഈസ് 2 4 1 എന്ന് കിട്ടും. ഈ രണ്ട് കോളംസ് ആണ് നമ്മുടെ റേഞ്ചിനെ സ്പാൻ ചെയ്യുന്നത്. ഇവിടെ രണ്ട് എലമെന്റ്സേ ഉള്ളത് കൊണ്ട് റേഞ്ചിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റാങ്ക് എന്ന് പറയുന്നത് 2 എന്ന് കിട്ടും. ഇവിടെ അതിൽ നിന്ന് ടോട്ടൽ ആ ഡൊമൈൻ്റെ ഡയമെൻഷൻ 4 ആണ്. ഇവിടെ റേഞ്ചിന്റെ ഡയമെൻഷൻ 2 ആയതുകൊണ്ട് റാങ്ക് എ പ്ലസ് നള്ളിറ്റി ഈസിക്കൽ ടു ഡയമെൻഷൻ വി ആയതുകൊണ്ട് 2 പ്ലസ് നള്ളിറ്റി ഈസിക്കൽ ടു 4 എന്ന് കിട്ടും. ദാറ്റ് ഈസ് നള്ളിറ്റി ഈസിക്കൽ ടു 4 മൈനസ് 2 ഈസിക്കൽ ടു 2 എന്ന് കണ്ടെത്താൻ സാധിക്കും. സോ ഇതാണ് പ്രോസസ്. ഒരു പ്രോബ്ലം കൂടി ചെയ്തിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഫൈൻഡ് ദ റേഞ്ച് ആൻഡ് റാങ്ക് ഓഫ് ടി ഫ്രം R3 to R3 ഡിഫൈൻഡ് ബൈ Tx ഈസിക്കൽ ടു Ax വേർ A ഈസ് ദിസ് മെട്രിക്സ്. അപ്പൊ ഈ മെട്രിക്സ് ഡിറ്റർമൈൻ ചെയ്യുന്ന ലീനിയർ ട്രാൻസ്ഫോർമേഷന്റെ റേഞ്ചും റാങ്കും കണ്ടെത്തുക. നമ്മുടെ പ്രോസസ് വളരെ സിമ്പിൾ ആണ്. റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുക, എന്നിട്ട് പിവറ്റ് എലമെന്റ്സ് ഉള്ള കോളംസ് ഐഡന്റിഫൈ ചെയ്യുക, തിരിച്ച് ആ പിവറ്റ് കറസ്പോണ്ടിങ് കോളത്തിന്റെ കറസ്പോണ്ടിങ് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ കോളംസ് ചൂസ് ചെയ്യുക. ഓക്കെ. സോ ഇവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എലമെന്റ് 2 ആണ്, സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എലമെന്റ് 1 ആയതുകൊണ്ട് ഇന്റർചേഞ്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. സോ ഇന്റർചേഞ്ച് ചെയ്യുന്നു. R2നെ R1നെ ഇന്റർചേഞ്ച് ചെയ്യുമ്പോൾ സെക്കൻഡ് റോ ബിക്കംസ് ഫസ്റ്റ് റോ and first row becomes second row. So this becomes 1 2 1 and 2 4 2 and 3 6 3 എന്ന് കിട്ടും. ഇനി ഈ 1 വെച്ച് തൊട്ട് താഴത്തെ എലമെന്റ്സിനെ 0 ആക്കണം. സോ R2 is equal to R2 minus 2 R1 എന്ന് കിട്ടും. R3 is equal to R3 minus 3 R1 എന്ന് കിട്ടും. സോ അതാണ് നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. നോക്കുക, ദാറ്റ് ഈസ് 2 minus 2 into 1 which is equal to 0. 4 minus 2 into 2 is 4 minus 4 is equal to 0. 2 minus 2 into 1 is 2 minus 2 is equal to 0. അടുത്തത് R3 minus 3 R1. So R3 minus 3 into 1 is 3 minus 3 is equal to 0. 6 minus 2 into 3 is 6 minus 6 is equal to 0. 3 minus 3 into 1 is equal to 3 minus 3 is equal to 0. So അടുത്ത സെക്കൻഡ് റോയും തേർഡ് റോയും കംപ്ലീറ്റ്ലി 0 ആയിപ്പോയി. സോ ഇത് ഇപ്പോൾ തന്നെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോമിലായി. ഇവിടെ പിവറ്റ് എലമെന്റ് ഫസ്റ്റ് റോയിലെ നോൺ സീറോ എൻട്രി മാത്രം പരിഗണിച്ചാൽ മതി, വിച്ച് ഈസ് 1. അപ്പം ഇതാണ് നമ്മുടെ പിവറ്റ് എലമെന്റ് കണ്ടെയ്ൻ ചെയ്യുന്ന ഒരേ ഒരു കോളമേ ഉള്ളൂ, വിച്ച് ഈസ് ദ ഫസ്റ്റ് കോളം. ഇനി തിരിച്ച് എ എന്ന് പറഞ്ഞ മെട്രിക്സിലേക്ക് റിട്ടേൺ ചെയ്യുക. എയുടെ മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം എടുക്കുക, വിച്ച് ഈസ് 2 1 3. സോ റേഞ്ച് ഈസ് സ്പാൻഡ് ബൈ ദ എലമെന്റ് 2 1 3. ഇവിടെ ഒരേ ഒരു വെക്ടർ ഉള്ളത് കൊണ്ട് റാങ്ക് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആയിരിക്കും. അതിൽ നിന്ന് നള്ളിറ്റി നമുക്ക് കണ്ടെത്താൻ സാധിക്കും. ഇവിടെ ഡയമെൻഷൻ ഓഫ് ഡൊമൈൻ ഈസ് 3. സോ റാങ്ക് നമുക്ക് 1 എന്ന് കിട്ടി. സോ നള്ളിറ്റി ഈസ് 3 minus 1 is equal to 2 എന്ന് കിട്ടും. സോ ഇതാണ് പ്രോബ്ലംസ്. ഇതല്ലാതെയും നമ്മൾ അഡീഷണൽ പ്രോബ്ലംസ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ നോക്കുക, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പറയുക. താങ്ക് യു.